നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ഒരു 3.5 ആഴ്ചയായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയ പാർട്ടിയാണ് BJP NDA. ഞങ്ങൾ കൃത്യമായ ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ നടത്തിയതാണ്. ഒരു വികസനത്തിന് ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരെയും പോയി കണ്ടു, മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ മാറ്റം ഇനിയിപ്പോൾ ഞങ്ങളല്ല പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ഒരു മാറ്റം വേണം, മാറ്റം ഒരു അനിവാര്യമാണെന്ന് ജനങ്ങൾ പറയുന്നു. പിന്നെ വിവാദങ്ങളല്ല നമുക്ക് ആവശ്യം. ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി പുതിയ അവസരങ്ങളുള്ളൊരു ഭാവിക്ക് വേണ്ടി ഒരു വികസനം ഇവിടെ കൊണ്ടുവരണമെന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്, താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ കൃത്യമായി എല്ലാവരും പോയി കണ്ട് പറഞ്ഞ ഒരു 3.5 ആഴ്ച ഞങ്ങളത് ചെയ്തു. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു നല്ല അന്തരീക്ഷം, ജനങ്ങളുടെ ഒരു പിന്തുണയും കിട്ടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെലങ്കാന മുഖ്യമന്ത്രിയെക്കുറിച്ച് താങ്കൾ ശ്രദ്ധയപ്പെട്ടിരുന്നോ? അതെ, ഞാൻ കണ്ടു. അത് ഇന്നലെ മിഞ്ഞാന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞത് വളരെ മോശമായ ഒരു പെരുമാറ്റമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായ ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ഇതാണ് വ്യത്യാസം. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം വ്യക്തിപരമായ ഒരു പോളിറ്റിക്സാണ്. നുണയും വ്യക്തിപരമായ അറ്റാക്കും ഓരോന്ന് പറഞ്ഞ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് തന്നെ താഴെ കൊണ്ടുവന്നൊരു രാഷ്ട്രീയമാണ് കോൺഗ്രസിൽ നിന്ന് നമുക്ക് കാണാൻ കിട്ടുന്നത്. ഞാൻ അത് വീണാർ ജോർജിനെ അറ്റാക്ക് ചെയ്തപ്പോഴും പറഞ്ഞതാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്. വീണാർ ജോർജ് ഒരു തല്ലിപ്പൊളി ഹെൽത്ത് മിനിസ്റ്ററാണ്, ആരോഗ്യമന്ത്രിയാണ്. പക്ഷേ പോയിട്ട് ആക്രമണിക്കുക, ഉപദ്രവിക്കുക, ആ ഒരു രീതി നല്ലതല്ല. ആ ഒരു പെരുമാറ്റം നമ്മൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇങ്ങനത്തെ ഒരു പാർട്ടിയായി മാറി. എന്ത് ചെയ്യാനാ? ഇത് രാഹുൽ ഗാന്ധി അങ്ങനെ നയിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടീൻ്റെ DNA മാറിയിട്ടുണ്ട്. ഈ ആളുകളുടെ ഒരു പ്രതികരണം കാണുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, സന്തോഷമുണ്ട്, ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം നോക്കൂ, ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു നടക്കുന്നതായിരുന്നു CPM-ഉം കോൺഗ്രസും. ഇന്ന് ഈ സ്നേഹവും പിന്തുണ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, കിട്ടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി പറയാനും എനിക്ക് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ CPM ലീഡേഴ്സിനൊക്കെ രാജീവ് അല്ലെങ്കിൽ പ്രവർത്തകർക്കൊക്കെ കൈകാണിച്ചുകൊണ്ടാണ് രാജീവിൻ്റെ അദ്ദേഹം പറയുന്നത്. ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായ ആരെതിരെ ഒന്നുമില്ല. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഞങ്ങളുടെ ഒരു ഐഡിയോളജി, ഞങ്ങളുടെ ഒരു വികസന രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായമോ ഐഡിയയോ കാഴ്ചപ്പാടോ കഴിവുണ്ടെങ്കിൽ ജനങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കും. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. അപ്പോൾ ഞങ്ങൾ ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല. ഞങ്ങളൊരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ്. ഞങ്ങൾ വികസനത്തെ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. വിവാദങ്ങൾ ഞങ്ങൾ പോകാൻ താല്പര്യമില്ല. അതാണ് ഞങ്ങൾ തമ്മിൽ വ്യത്യാസം. അതാണ് ഞങ്ങൾ മുമ്പിൽ ജനങ്ങൾ മനസ്സിലായിട്ടുള്ളത് 100%. നിയമത്തെ ഏറ്റവും അധികം ചർച്ചയായ വിഷയം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന വിഷയം ഏതാണ്? നോക്കൂ, ഇതിൽ ഒരു വിഷയമൊന്നുമല്ല. ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയണേ. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്ന് 20 കൊല്ലമായി. ഞാൻ രാഷ്ട്രീയത്തിൽ കാണുന്നത് ഒരു MLA ആവാൻ, ഒരു MP ആയാൽ ഒരു MPൻ്റെ കടുമയാണ്, ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. 5 കൊല്ലമാണെങ്കിൽ 5 കൊല്ലം 24 മണിക്കൂർ അധ്വാനിച്ചിട്ട് അവരുടെ ഇഷ്യൂസ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതങ്ങനെയാണ് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. 2 തവണ MLA, മേയർ, എത്രയോ കൊല്ലം കോർപ്പറേഷൻ ഭരിച്ച CPM ഇന്നും റോഡും കുടിവെള്ളവും മാലിന്യവും ഡ്രെയിനേജ് സൂവേജ് ഓരോരോ ബേസിക് ഇഷ്യൂസ് പരിഹരിച്ചിട്ടില്ല.